1930 ആദ്യത്തെ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ഉറുഗ്വേ. ഫൈനലിൽ അർജന്റീനയെ തോൽപ്പിച്ചാണ് ഉറുഗ്വേ ആദ്യ ലോകകപ്പ് കിരീടം നേടിയത്. ഏറ്റവും കൂടുതൽ തവണ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ബ്രസീൽ. 5 തവണയാണ് ബ്രസീൽ ലോകകപ്പ് നേടിയത്. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയ താരം കിലിയൻ എംബാപ്പ. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ് 2022 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത്. ആദ്യ ഫിഫ ലോകകപ്പ് 1930. വേദി ഏതായിരുന്നു? ഉറുഗ്വേ. അർജന്റീന എത്ര തവണ ഫിഫ ലോകകപ്പ് നേടിയിട്ടുണ്ട്? 3 തവണ. 1978, 1986, 2022. 1986 ലോകകപ്പിൽ ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗോൾ നേടിയത് ആരാണ്? ഡീഗോ മറഡോണ. അർജന്റീനയുടെ ഡീഗോ മറഡോണയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ഈ പ്രശസ്തമായ ഗോൾ നേടിയത്. 2022 ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീന ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്? ഫ്രാൻസ്. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം മിറോസ്ലാവ് ക്ലോസെ. 16 ഗോളുകളാണ് ലോകകപ്പിൽ നേടിയത്. ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയയും ജപ്പാനും. 2002 ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്തമായിട്ട് ലോകകപ്പ് നടത്തിയത്. ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡ് ഏത് താരത്തിനാണ്? ലയണൽ മെസ്സി. അർജന്റീനയുടെ ലയണൽ മെസ്സി 26 മത്സരങ്ങൾ കളിച്ചാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. 2022 ഫിഫ ലോകകപ്പിലെ ഔദ്യോഗിക മാസ്കോട്ട് ഏതായിരുന്നു? ലഹീബ്. 2026 ഫിഫ ലോകകപ്പ് ആതിഥേയർ USA, കാനഡ, മെക്സിക്കോ. എല്ലാ ഫിഫ ലോകകപ്പ് ടൂർണമെന്റുകളിലും പങ്കെടുത്തിട്ടുള്ള ഒരേയൊരു രാജ്യം ബ്രസീൽ. 1930 മുതൽ ഇന്നുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പുകളിലും ബ്രസീൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയ ഒരേയൊരു താരം ജിയോഫ് ഹർസ്റ്റ്. 1966 ഇംഗ്ലണ്ടിനായി ജിയോഫ് ഹർസ്റ്റ് ഫൈനലിൽ ഹാട്രിക് നേടി. അർജന്റീന ഫുട്ബോൾ ടീമിനെ വിളിക്കുന്ന പേര് എന്താണ്? ലാ അൽബിസെലസ്റ്റ. 2022 ഫിഫ ലോകകപ്പ് കിരീടം ഉയർത്തിയ അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ. 2022 മൊറോക്കോ സെമി ഫൈനലിൽ എത്തി. 2026 ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയാണ്? 48. 2026 ഫിഫ ലോകകപ്പിൽ ആകെ എത്ര മത്സരങ്ങളാണ് നടക്കുക? 104. 2026 ഫിഫ ലോകകപ്പിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആതിഥേയ നഗരങ്ങളുടെ എണ്ണം 16. 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ എത്ര ഗ്രൂപ്പുകളാണുള്ളത്? 12. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരം നടക്കുന്ന സ്റ്റേഡിയം മെറ്റ്ലൈഫ് സ്റ്റേഡിയം. 2026 ഫിഫ ലോകകപ്പ് ഉദ്ഘാടന മത്സരം നടക്കുന്ന സ്റ്റേഡിയം എസ്റ്റാഡിയോ അസ്റ്റെക. 2026 ഫിഫ ലോകകപ്പിൽ ഓരോ ഗ്രൂപ്പിലും എത്ര ടീമുകൾ വീതമാണ് ഉണ്ടാവുക? 4. 2026 ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന മാസം ജൂൺ. ഇതുവരെ ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി 3 രാജ്യങ്ങൾ ഒന്നിച്ചു ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റ് ഏതാണ്? 2026 വടക്കേ അമേരിക്ക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ ഒന്നിച്ചാണ് നടത്തുന്നത്. 2022 ഫിഫ ലോകകപ്പിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ലയണൽ മെസ്സി. 2022 ഫിഫ ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയത് ആരാണ്? എമിലിയാനോ മാർട്ടിനസ്. 2022 ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം ലുസൈൽ സ്റ്റേഡിയം. ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ അറബ് രാജ്യം ഖത്തർ. 2022 ഖത്തർ ലോകകപ്പിന് വേദിയായത്. 2022 ഫിഫ ലോകകപ്പിൽ 3-ാം സ്ഥാനം നേടിയത് ക്രൊയേഷ്യ. ആദ്യ സ്ഥാനം അർജന്റീന, 2-ാം സ്ഥാനം ഫ്രാൻസ്, 3-ാം സ്ഥാനം ക്രൊയേഷ്യ. 2022 ഫിഫ ലോകകപ്പിലെ മികച്ച യുവതാരത്തിനുള്ള അവാർഡ് നേടിയ അർജന്റീന താരം എൻസോ ഫെർണാണ്ടസ്. 2022 ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത് ഏത് മാർഗത്തിലൂടെയാണ്? പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 എന്ന നിലയ്ക്കാണ് അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. ഇതുവരെ ഏറ്റവും കൂടുതൽ തവണ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം
ബ്രസീൽ. 5 തവണയാണ് ബ്രസീൽ ലോകകപ്പ് നേടിയത്. തന്റെ കരിയറിൽ 3 തവണ ഫിഫ ലോകകപ്പ് നേടിയ ഒരേയൊരു ഫുട്ബോൾ താരം പെലെ. ബ്രസീലിന്റെ ഇതിഹാസ താരമായ പെലെ 3 ലോകകപ്പ് 1958, 1962, 1970 വിജയങ്ങളിൽ പങ്കാളിയായി. ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ തവണ എത്തിയിട്ടും കിരീടം നേടാൻ കഴിയാത്ത രാജ്യം നെതർലൻഡ്സ്. നെതർലൻഡ്സ് 3 തവണ ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം നേടാനായില്ല. ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ നേടിയ താരം ഹക്കൻ ഷുക്കൂർ. തുർക്കിയുടെ ഹക്കൻ ഷുക്കൂർ വെറും 11 സെക്കൻഡുകൾക്കുള്ളിൽ ഗോൾ നേടി റെക്കോർഡിട്ടു. ഒരൊറ്റ ഫിഫ ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാണ്? ജസ്റ്റ് ഫോണ്ടെയിൻ. ഫ്രാൻസിന്റെ ജസ്റ്റ് ഫോണ്ടെയിൻ 1958 13 ഗോളുകൾ നേടി. ലയണൽ മെസ്സി തന്റെ ആദ്യ ഫിഫ ലോകകപ്പ് മത്സരം കളിച്ച വർഷം 2006. 2006 ജർമ്മനിയിൽ നടന്ന ലോകകപ്പിലാണ് ലയണൽ മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് മത്സരം കളിച്ചത്. ലയണൽ മെസ്സി തന്റെ കരിയറിൽ ആകെ എത്ര ഫിഫ ലോകകപ്പ് ടൂർണമെന്റുകൾ പങ്കെടുത്തിട്ടുണ്ട്? 5. 2006, 2010, 2014, 2018, 2022 എന്നീ 5 ലോകകപ്പുകളിലാണ് മെസ്സി ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത്. 2026 ലോകകപ്പിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനാൽ ഈ ലോകകപ്പ് കഴിഞ്ഞാൽ അത് 6 ആകും. ഫിഫ ലോകകപ്പിൽ ലയണൽ മെസ്സി തന്റെ ആദ്യ ഗോൾ ഏത് രാജ്യത്തിനെതിരെയാണ് നേടിയത്? സെർബിയയും മോണ്ടിനെഗ്രോയും. 2006 ലോകകപ്പിലാണ് മെസ്സി തന്റെ കരിയറിലെ ആദ്യ ലോകകപ്പ് ഗോൾ നേടിയത്. 2022 ഖത്തർ ലോകകപ്പിൽ ലയണൽ മെസ്സി അർജന്റീനയ്ക്കായി എത്ര ഗോളുകൾ നേടി? 7. ഫിഫ ലോകകപ്പിൽ 2 തവണ ഗോൾഡൻ ബോൾ നേടിയ ഒരേയൊരു താരം ലയണൽ മെസ്സി. 2014 2022 ഗോൾഡൻ ബോൾ നേടി. 2006 ഫിഫ ലോകകപ്പിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ കരിയറിലെ ആദ്യ ലോകകപ്പ് ഗോൾ നേടിയത് ഏത് ടീമിനെതിരെയാണ്? ഇറാൻ. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ 5 വ്യത്യസ്ത ടൂർണമെന്റുകളിൽ ഗോൾ നേടിയ ആദ്യ പുരുഷ താരം ആരാണ്? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 2006, 2010, 2014, 2018, 2022 എന്നീ 5 വ്യത്യസ്ത ഫിഫ ലോകകപ്പ് ടൂർണമെന്റുകളിലും ഗോൾ നേടി. ഫിഫ ലോകകപ്പ് മത്സരങ്ങളിൽ പെലെ ആകെ എത്ര ഗോളുകൾ നേടി? 12. ഏത് വർഷമാണ് പെലെ തന്റെ ആദ്യ ഫിഫ ലോകകപ്പ് പങ്കെടുത്തത്? 1958. സ്വീഡനിൽ നടന്ന 1958 ലോകകപ്പിലാണ് 17കാരനായ പെലെ തന്റെ ആദ്യ ലോകകപ്പ് കളിച്ചത്. 2002 ഫിഫ ലോകകപ്പിൽ മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? കോമാളീശ്വരൻ ശങ്കർ. 2002 കൊറിയ ജപ്പാൻ ഫിഫ ലോകകപ്പിൽ അസിസ്റ്റന്റ് റഫറിയായി പ്രവർത്തിച്ച കോമാളീശ്വരൻ ശങ്കർ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. 1950 ഫിഫ ലോകകപ്പിൽ യോഗ്യത നേടിയിട്ടും ഇന്ത്യ പിന്മാറാൻ ഉണ്ടായ പ്രധാന കാരണം യാത്രാചെലവും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും. ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ പങ്കെടുക്കുവാനുള്ള യാത്രാചെലവുകൾ താങ്ങാൻ കഴിയാത്തതും പരിശീലനത്തിലെ കുറവുമായിരുന്നു ഇന്ത്യയുടെ പിന്മാറ്റത്തിന് കാരണം. ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരം ഐ. എം. വിജയൻ. ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇതുവരെ കൈവരിച്ചതിൽ വച്ച് ഏറ്റവും ഉയർന്ന ഫിഫ റാങ്കിംഗ് എത്രയാണ്? 11. ഇന്ത്യൻ ഫുട്ബോൾ ടീം 1964 ഫിഫ റാങ്കിങ്ങിൽ 11ാം സ്ഥാനത്തായിരുന്നു. ഇതാണ് ഇന്ത്യയുടെ എക്കാലത്തെയും ഉയർന്ന റാങ്കിംഗ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ ടീമിലാണ് കളിച്ചത്? പോർച്ചുഗൽ. സുനിൽ ഛേത്രി പോർച്ചുഗീസ് ക്ലബായ സ്പോർട്ടിംഗ് സിപിയുടെ ബി ടീമിനായാണ് കളിച്ചത്. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമായ അർമാഡില്ലോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സൗഹൃദവും ഫുട്ബോൾ സ്നേഹവും. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഇതുവരെ 2 തവണ ടൂർണമെന്റിന് വേദിയായ തെക്കേ അമേരിക്കൻ രാജ്യം ബ്രസീൽ. 1950 2014 ഫിഫ ലോകകപ്പിന് ബ്രസീൽ വേദിയായി. 2022 ഖത്തർ ഫിഫ ലോകകപ്പിനായി ഉപയോഗിച്ച ഔദ്യോഗിക ഫുട്ബോളിന്റെ പേര് അൽ റിഹില. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം, 2026 ലോകകപ്പിൽ പങ്കെടുക്കുന്ന മലയാളി ആരാണ്? ഏത് രാജ്യത്തിനു വേണ്ടിയിട്ടാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്?